ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. നിങ്ങളെ വിളിച്ചവൻ എന്നല്ല, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. ദൈവമക്കളെ, കർത്താവ് നമ്മെ ഓരോ ദിവസവും വിളിക്കുന്നുണ്ട്. നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന നാഥനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവിൻ്റെ ഒരു പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. ചിലതൊക്കെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ നടക്കുമോ, സംഭവിക്കുമോ, വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ നമ്മിൽ പലരും. എന്നാൽ കർത്താവ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മോട് കൈമാറുന്നൊരു ഈ ആലോചന, കർത്താവ് അത് നിവർത്തിക്കും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. ദൈവമക്കളെ, ലോകത്തിൽ പലരും മാറും, പലരുടെയും വാക്കുകൾ മാറും. അവസാനം വരെ കൂടെ നിൽക്കാമെന്നൊക്കെ പറയുന്നവരുടെ വാക്കുകൾ മാറുമ്പോൾ അവർ അവിശ്വസ്തത കാണിച്ചാലും ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനാണ്. തൻ്റെ സ്വഭാവത്തെ ത്യജിക്കുവാൻ തനിക്ക് കഴിയുകയില്ലല്ലോ. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടൊരു കാര്യമാണ് വിശ്വസ്തത എന്നുള്ളത്. അത് തീർച്ചയായും കർത്താവ് നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസ്തത. മോശ തന്നെ ഏൽപ്പിച്ച ഭവനത്തിലൊക്കെ യേശു കർത്താവിനെ പോലെ തന്നെ വിശ്വസ്തനായിരുന്നു. യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, യേശു വിശ്വസ്തനായിരുന്നു, മോശയും തന്നെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തത പാലിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ വിശ്വസ്തത നമുക്ക് പാലിക്കുവാനിടയാകട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും ദൈവമക്കളോട് പറയാം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവ് അത് നിവർത്തിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളിലും പ്രയാസങ്ങളും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ വിളിച്ച ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.